ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പൂ പോലുള്ള നൂലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നൂൽപുട്ട്, ഇടിയപ്പം എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വറുത്തരിപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ, ആ പൊടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും മതി കേട്ടോ. എണ്ണ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടിയപ്പം സേവനായിൽ നിന്ന് നല്ല സ്മൂത്തായി വിട്ടു പോന്നോളും. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടിയിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളം ചേർക്കുന്നതിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ ഇനി കുറേശ്ശെയായി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളമാണ് 2 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് എടുത്ത വെള്ളം ഇതിന് കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കൊന്നും വേണ്ട. തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് നൂൽപുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലുള്ളൊരു സേവനായിലാണ് ഞാനിപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് സ്റ്റീലിൻ്റേതാണ്. ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ നൂൽപുട്ട് എന്നാണ് കേട്ടോ ഇടിയപ്പത്തിന് പറയുക. ആദ്യം തന്നെ നമുക്ക് ഈ സേവനായിയുടെ ഉൾവശത്ത് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് ഓയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഉൾവശത്ത് ഓയിലാക്കി കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഓയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂൽപുട്ട് നല്ല സ്മൂത്തായിട്ട് പീച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഓയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലുള്ള 2 സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഞാൻ നൂൽപുട്ട് പീച്ചെടുക്കുന്നത്. അപ്പോൾ അതിലും തന്നെ നമ്മൾ ഓയിലൊന്ന് ആക്കി കൊടുക്കാം, എന്നാൽ പെട്ടെന്ന് വിട്ടു പോന്നോളും. അപ്പോൾ ഇനി നമ്മൾ സേവനായിലേക്ക് ഇടിയപ്പത്തിൻ്റെ മിക്സ് നിറച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്ന ഇടിയപ്പത്തിൻ്റെ സേവനായിയാണ് കേട്ടോ കൂടുതൽ സൗകര്യം. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. മറ്റേ മരത്തിൻ്റെ ടൈപ്പിലുള്ള സേവനായി എൻ്റെ അടുത്തുണ്ട്, പക്ഷേ എനിക്കതിലത്ര ഈസി ആയിട്ട് തോന്നാറില്ല. അപ്പോൾ ഇതിൽ മാവൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടി വെച്ച് നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എണ്ണ തടവി വെച്ചിട്ടുള്ള ഈ ഓട്ടപാത്രത്തിലേക്ക് നമുക്ക് ഇടിയപ്പം പീച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വേണമെങ്കിലും നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ട്രിപ്പിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓരോന്നായി ഉണ്ടാക്കിയെടുത്തിട്ട് കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ആവി കൊള്ളിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു കലത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം ഇവിടെ നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം നൂൽപുട്ട് ഉണ്ടാക്കിയ പാത്രം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റേ നൂൽപുട്ടും പീച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം മതി കേട്ടോ. നമ്മൾ മറ്റേ നൂൽപുട്ട് പീച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റേ നൂൽപുട്ടും നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി കൊള്ളിച്ചെടുക്കാം. അപ്പോൾ എല്ലാ നൂൽപുട്ടും ഞാൻ ഇതുപോലെ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല പൂ പോലുള്ള സോഫ്റ്റായ നൂൽപുട്ടാണിത്. നമുക്ക് ചിക്കൻ കറിയുടെയും വെജിറ്റബിൾ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി നൂലപ്പാണിത്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഇതുപോലെ ഒന്ന് നൂലപ്പം ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ നൂൽപുട്ടിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്